കൊച്ചുമോൻ പന്നിമറ്റം ഈ മൂന്ന് ചെണ്ടുകളും വളരെ മികച്ച രീതിയിൽ നമ്മളുടെ അഭിമാനം ഉയർത്തത്തക്ക രീതിയിൽ പാക്കിൽ ഉപപാഠബലത്തിന്റെ കുമ്പക്കോട് ഘോഷയാത്രയിൽ പങ്കെടുത്തു. എല്ലാവരും മനം കരുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച ഈ മൂന്ന് പേരെയും ഞങ്ങളുടെ സ്നേഹ ഉപഹാരം വാങ്ങുവാനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും സന്തോഷമാണ്, കാരണം അന്യം നിന്ന് പോകുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും ഗെയിമുകളുടെ മുന്നിൽ മാത്രം ഇരിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജനങ്ങളിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഉത്സവങ്ങളും ഒക്കെ പണ്ട് കൂടിയിരുന്ന രക്ഷിതാക്കളുടെ സംരക്ഷണ കഴിയുന്ന കുട്ടികളെ ഞങ്ങൾ ഒരിക്കൽ കൂടി പാക്കിൽ ഉപപാഠമ്പലം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിലേക്ക്, ഭക്തിയിലേക്ക്, അല്ലെങ്കിൽ നാട്ടിലുള്ള ഇങ്ങനെയുള്ള എല്ലാ പൊതുപരിപാടികളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായി രണ്ട് കൊച്ചു മിടുക്കന്മാർക്ക് അവർ കൊണ്ടുവന്ന കൊച്ചു ചെണ്ടുകൾക്ക്, ചെറിയ ചെണ്ടല്ല എന്നാൽ പോലും അവര് ഈ ഒരു ചെണ്ടാട്ടത്തിൽ അവരാൽ കഴിയാവുന്ന വിധം മത്സരിച്ചു എന്ന് തന്നെ പറയാം, അവർക്കുള്ള പ്രോത്സാഹന സമ്മാനം കൂടി ഞങ്ങൾ ഇവിടെ നൽകുകയാണ്. ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ പ്രിയപ്പെട്ട ദേവദത്ത് അപ്പു ഇവരെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കുട്ടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെ എത്ര കുട്ടികളുണ്ടാവും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുക. ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നിറഞ്ഞൊരു കൈയ്യടി കൊടുക്കണം. കാരണം പണ്ട് നമ്മുടെ കാരണവന്മാര് കെട്ടിയാടിയിരുന്ന ചെണ്ടും ചെണ്ടാട്ടങ്ങളും കണ്ടു വളർന്ന ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയ്ക്ക്, അല്ലെങ്കിൽ അന്നത്തെ തലമുറ, ഇന്നത്തെ ഈ പറയുന്ന മധ്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയ്ക്ക് എന്നും ആവേശമാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് പുതിയ തലമുറകൾ എത്തുന്നത്. അതിന് ഏറ്റവും ചെറുപ്രായത്തില് താല്പര്യം കാണിച്ച നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ കുട്ടിക്കാടമ്മ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കൈയോടി അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഈ വേദിയിൽ നിന്നും വിടുവാങ്ങുന്നതാണ്. ദേവർഷനെ ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജനിച്ചത് വീണ നാൾ മുതൽ, അല്ലെ ഓർമ്മ വെച്ച നാൾ മുതൽ കുംഭകോണത്തിന്റെയും തകലിന്റെയും ചെണ്ടാട്ടങ്ങളുടെയും ഓർമ്മ മാത്രമുള്ള ഒരു അപ്പന്റെ മകൻ, നമ്മുടെ പാക്കൽ ഉപപാഠമ്പലത്തിന്റെ പ്രസിഡന്റിന്റെ മകനായ ദേവർഷ് അവന്റെ സ്വന്തം പാത തെരഞ്ഞെടുത്തു. ഉത്സവ വേദികളിൽ അവന്റെ ചെണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഇത്തവണയെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലെങ്കിലും ഒരു പ്രൈസ് കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സിന് വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ എടുത്ത ഒരു പ്രയത്നത്തിന് നമ്മൾ കൊടുത്ത അംഗീകാരമാണ് ഈ ഒരു സമ്മാനം. ഏറെ കൃത്യമായി ഈ ഒരു വേദിയിലെ ദേവർഷിനെയും അവരുടെ കൂട്ടുകാരെയും ഞങ്ങൾ ഓർക്കുന്നു. കുട്ടിക്കാട്ടമ്മയുടെ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഞങ്ങളിത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു പുരസ്കാരമാണ്. ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സമ്പ്രദായമാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും അല്ലെങ്കിൽ പാരമ്പര്യ കലകളും എല്ലാം, അത് ക്ഷേത്രമായെങ്കിൽ ശരി, പള്ളിയാണെങ്കിലും ശരി, മോസ്കാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ജാതിയും മതവും മാത്രമല്ല ആചാരങ്ങളും വിശ്വാസങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അവിടെ കഴിഞ്ഞ 16 കൊല്ലമായി പാക്കൽ ഉപപാഠമ്പലം എടുത്തു വന്ന ഒരു ഉദ്യമം നാളിതുവരെ പുറകോട്ട് പോകാതെ ഒന്നിനൊന്നിനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തുണയായി, അല്ലെങ്കിൽ ഈ മുതിർന്നവർക്ക് തുണയായി സ്വയം മുന്നോട്ട് വന്ന കുറെ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളോടായിരിക്കും നാളെ ഈ ഒരു സമൂഹം നമ്മുടെ ഉത്സവം പാട്ടമ്പലം ഒക്കെ കാണുക. അവർക്ക് ഞങ്ങളൊരു പുരസ്കാരം സംഘടിപ്പിച്ചു. ഈ യുവശക്തി പുരസ്കാരം നേടുന്നതിനായി അതിന്റെ ഭാരവാഹികളെ, അല്ലെങ്കിൽ അതിന് ഞങ്ങളുടെ സുഹൃത്തുക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമരക്കാരനായ സൈജു തന്റെ കുട്ടികളുമായി ഈ വേദിയിൽ എത്തിച്ചേർന്ന് ഈ പുരസ്കാരം വാങ്ങണമെന്നും അഭ്യർത്ഥിക്കുന്നു. 2025 10ാം ആഘോഷങ്ങളുടെ ഭാഗമായി പാക്കിൽ ഉപപാഠമ്പലത്തിന്റെ ആവേശമായി
മുൻനിര പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്ന പുതുതലമുറയ്ക്ക് ഏറെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വം വഹിക്കുന്ന ശ്രീ സൈജു രാമകൃഷ്ണൻ ഒപ്പം അവരുടെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്ന് ഈ ഉപഹാരം സ്വീകരിക്കണമെന്ന് പാകൽ ഉപപാട്ടമരത്തിന്റെ പേരിൽ ദേവി നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സൈജു രാമകൃഷ്ണൻ ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. എടുത്തു പറയേണ്ട ഒരുപാട് പേരുകൾ ഇവിടെയുണ്ട്. നമുക്കൊപ്പം കൂടെ നിന്ന് അച്ചു, യദുകൃഷ്ണൻ, അശ്വിൻ, ചിന്നു, ഒരുപാട് പേരുകളുണ്ട് നമ്മളുടെ ഈ കൂട്ടത്തിൽ. എടുത്തു പറയാൻ പുതുതായി വന്ന പെൺകുട്ടികൾ, ഇവരെ എല്ലാവരെയും നമുക്ക് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാവുന്നതാണ്. പക്ഷെ അവരാരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എങ്കിൽ കൂടി പെട്ടെന്ന് തോന്നിയ ഒരു ഉപഹാര സമർപ്പണമാണ്. എല്ലാവരെയും മുൻകൂട്ടി അറിയിക്കാൻ സാധിച്ചില്ല. എല്ലാവർക്കും വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി, പുതു വെളിച്ചത്തിന് വേണ്ടി കുട്ടിക്കാട്ടമ്മയുടെ പുതു സേവകരായി അണിനിരക്കുവാൻ, എല്ലാവിധ അനുഗ്രഹങ്ങളും നേടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.